ക്രിസ്മസ് തലേന്ന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തൃശൂർ ചാലക്കുടി ഔട്ട്ലെറ്റിൽ 77.9 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റത്. രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം ബാലരാമപുരത്തെ പഴയ ഉച്ചക്കട ബ്യൂറേജ് ഔട്ട്ലെറ്റ്. എറണാകുളം കടവന്ത്ര ബ്യൂറേജസ് ഔട്ട്ലെറ്റാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. കണക്കുകൾ പരിശോധിക്കാം. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, കുടിയുടെ ഖ്യാതി നേരത്തെ ചാലക്കുടിക്ക് ഉള്ളതാണ്. ഇപ്പോൾ കണക്കുകൾ വരുമ്പോൾ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്? വിശേഷ ദിവസങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് എത്ര മദ്യം വിറ്റു എന്ന കണക്ക് തന്നെയാണ് കൗതുകകരമായി നിൽക്കുന്നത്. ഏറ്റവും ഇത് കൗതുകം മാത്രമല്ല, ഗൗരവത്തിൽ കൂടി കാണേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ മദ്യം വിറ്റ് കോടികളാണ് ഈ ഓണത്തിനാകട്ടെ അല്ലെങ്കിൽ ക്രിസ്മസ് ഈ സമയത്താകട്ടെ വിറ്റുപോകുന്നത്. നമ്മൾ മണിക്കൂറുകൾക്ക് മുമ്പാണ് ആ വാർത്ത നൽകിയത്. ഇതിന് 332.62 കോടി രൂപയാണ് ഈ ക്രിസ്മസ് ദിവസങ്ങൾ, അതായത് 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ അത്രയും രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്. മുൻ വർഷത്തേക്കാൾ 53 കോടി രൂപ ഈ വിൽപ്പനയിൽ കൂടുതലാണ് എന്നുള്ളതാണ് ഈ തവണത്തെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. അതിൽ ക്രിസ്മസിന്റെ തലേന്നാണ് കൂടുതൽ വിറ്റുപോയത്. അതിൽ തന്നെ ചാലക്കുടി ഔട്ട്ലെറ്റിൽ നിന്നാണ് ഏതാണ്ട് 78.90 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം ബാലരാമപുരത്തെ ഉച്ചക്കട ബിവറേജ് ഔട്ട്ലെറ്റാണ്. മൂന്നാം സ്ഥാനത്ത് എറണാകുളം കടവന്ത്രയിലെ ബിവറേജ് ഔട്ട്ലെറ്റാണ്. അത്തരത്തിൽ ഈ കണക്കുകൾ എല്ലാ വർഷവും ഓരോ വർഷവും ആഘോഷ ദിവസങ്ങൾ കഴിയുമ്പോൾ കൂടുകയാണ് എന്ന കാര്യം കൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്മസ് ദിവസങ്ങളിലെ കണക്കെടുക്കുന്നത് 22 മുതൽ 27 വരെയാണ്. ഇന്നിപ്പോൾ ഏതായാലും 26-ലെ കണക്ക് പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. 25 വരെയുള്ള കണക്കാണ് വന്നിട്ടുള്ളത്. ആ കണക്കിൽ ഈ വർഷം കഴിഞ്ഞ തവണത്തേക്കാൾ 50 കോടിയിലധികം രൂപ കൂടുതലാണ് എന്ന ഒരു കണ്ടെത്തലാണ്. രാഹുൽ, അവിടെയാണ് നമ്മൾ ആൽക്കഹോൾ ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും അധികം കോടിക്കണക്കിന് രൂപയുടെ മദ്യം മലയാളി കുടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഹെൽത്ത് സൈഡ് കൂടി പരിശോധിച്ചാൽ തീർച്ചയായും അത് തന്നെയാണ്, ഗൗരവത്തിൽ തന്നെയാണ്. അതാണ് ആദ്യം കൗതുകം എന്ന് ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് ഈ കണക്കിലെ കൗതുകം അതെപ്പോഴും കൗതുകമായി തന്നെ ഉപയോഗിക്കുന്നവർക്കും ഈ മദ്യം ഉപയോഗിക്കാത്തവർക്കൊക്കെ അങ്ങനെ തന്നെയാകും. പക്ഷേ ഇത് വലിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൽ തർക്കമില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ ഈ ആസക്തിയെ പറ്റി അല്ലെങ്കിൽ ഇത്തരത്തിൽ മദ്യത്തിലേക്ക് പോകുന്ന ആളുകളെ പറ്റിയൊക്കെയുള്ള ഈ ചർച്ച നടക്കുന്നുണ്ട്. അത് വലിയ ഗൗരവമായ വിഷയമായി നിലനിൽക്കുകയാണ്. എന്തായാലും അതുകൂടി ചർച്ചയിലേക്ക് വരും. ഓണ ദിവസത്തുമൊക്കെ ഓണവും ക്രിസ്മസും ഒക്കെ കഴിയുമ്പോൾ അതുകൂടി ചർച്ചയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ തിരികെ നൽകിയാൽ 20 രൂപ തിരികെ കിട്ടുന്ന സമ്പ്രദായമുണ്ട്. പലയിടത്തും കുപ്പികൾ തിരികെ ലഭിക്കുന്നില്ല. അപ്പോൾ ബിവറേജിനെ സംബന്ധിച്ച് ആ കുപ്പിയുടെ കൂടി പൈസ അവരുടെ പക്കലേക്ക് പോവുകയാണ് എന്നൊരു വസ്തുത കൂടിയുണ്ട്. അതുകൂടി ഇവിടെ ഈ തവണ ആ കണക്കുകൾ നോക്കുമ്പോൾ ആ പൈസ കൂടി, ആ പണം കൂടി ഇതിന്റെ ഭാഗമായി ചേരുന്നു എന്നുള്ളതാണ്. ഒപ്പം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള, അല്ലെങ്കിൽ ആരോഗ്യത്തിന് പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ള കാര്യം കൂടി ഈ കണക്കുകൾക്കൊപ്പം പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായും രാഹുൽ ജി നാഥ് പറഞ്ഞതുപോലെ തന്നെ സർക്കാരിലേക്ക് കോടികൾ ഊറ്റുന്നു, അതുപോലെ തന്നെ മനുഷ്യന്റെ ആരോഗ്യാവസ്ഥ കൂടി ഉറ്റപ്പെടുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കണം.